ഇന്നൊരു പെൻ ഹോൾഡറായിട്ട് ഉണ്ടാക്കുന്നത് വളരെ ഈസി ഉണ്ടാക്കാനായിട്ട് ഇത് 4 സൈഡും ഒരേപോലെ ഈക്വലായിട്ടുള്ളൊരു പേപ്പർ എടുക്കുക. ഇതുപോലെ മടക്കാം. ആദ്യം പകുതി മടക്കുക, അതിന് ശേഷം അതിൻ്റെ പകുതി മടക്കുക, പിന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കാണിക്കുന്ന പോലെ മടക്കാം കേട്ടോ. അതിനുശേഷം അത് തുറന്നിട്ട് ഉള്ളിലേക്കാക്കി ഇത് മടക്കിയതില്ലേ അത് തുറന്നിട്ട് അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് 2 സൈഡും. അങ്ങനെ തുറന്ന ആ സൈഡില്ലേ അത് രണ്ടും കണ്ടോ, അതിന് പുറത്തേക്കും ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്നൊന്ന് മടക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിലൊരെണ്ണം ഇങ്ങനെ നിവർത്തി വയ്ക്കുക. എന്നിട്ട് മറ്റേത് ഇതുപോലെ ഇങ്ങനെ പശ തേച്ചിട്ട് നിവർത്തി വെച്ചിട്ടില്ലേ അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. 2 സൈഡും ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ഉള്ളിലേക്കും പുറത്തേക്കും മടക്കിയ ഒരു ഭാഗമില്ലേ അവിടെയായിട്ട് നമ്മൾ ഇതുപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. 2 സൈഡും പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യമില്ലാന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ ആവുള്ളൂ. കാണുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമ്മൾ ആദ്യം എടുത്തതിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടുള്ളൊരു സ്ക്വയർ ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ട് കാണിക്കുന്നത് പോലെ അത് മടക്കാം. പിന്നെ അതിൻ്റെ ഓരോ അറ്റം ഉള്ളിലേക്കായിട്ട് ഇതുപോലെ അങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ആ മടക്കിയ ഭാഗത്തൊക്കെ പശ തേച്ചിട്ട് നമ്മുടെ ആ ഓർഗനൈസർ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് പുറത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈനോ അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയില്ല. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു പെൻ ഹോൾഡർ അല്ലെങ്കിൽ ഓർഗനൈസർ എന്ന് പറയാം. അതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.